ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ് കാണിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലൊക്കെ ഇത് സാദത്തിൻ്റെ കൂടെ അവർ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചോറിൻ്റെ കൂടെയാണ്. അതായത് ലെമൺ റൈസ്, മാംഗോ റൈസ്, അല്ലെങ്കിൽ സാധാരണ കേർഡ് റൈസ്, പ്ലെയിൻ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും വെച്ചിട്ടും അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. നല്ലെണ്ണയാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കടുക് എടുക്കുമ്പോൾ 1/2 ടീസ്പൂൺ നിറച്ചും കടുക് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കണം. 3/4 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഉഴുന്നും കൂടിയും ചേർക്കുക. ഇനി ആ ഉഴുന്നൊന്ന് മൂക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പാണ്. അതായത് 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഉഴുന്നിനേക്കാൾ കുറവാണ് കടലപ്പരിപ്പ് ചേർക്കുക കേട്ടോ. അതായത് 3/4 ടേബിൾ സ്പൂൺ ഉഴുന്നാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്താൽ മതി. ഇനി അതും ഒന്ന് മൂക്കണം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ചേർക്കണം. ഇതിൽ ഇപ്പോൾ കാശ്മീരി ചില്ലിയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ ചമ്മന്തിക്ക് നല്ലൊരു കളറും കിട്ടും, ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 2-3 വെളുത്തുള്ളി കൂടി ചേർക്കണം. അത് വലുപ്പത്തിനനുസരിച്ച് ചേർക്കാം. വലുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതി. ഞാനിപ്പോൾ ചെറിയ 3 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇത് കോരി മാറ്റുക. അപ്പോൾ ഇതാ പരിപ്പും മുളകും വെളുത്തുള്ളിയൊക്കെ ഞാൻ വറുത്ത് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ബാക്കി എണ്ണയിലേക്ക് ഞാൻ ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കാവൂ. കാരണം എണ്ണ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ഈ ചമ്മന്തിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വളരെ കുറച്ച് എണ്ണയിൽ മാത്രം ഇത് ഉണ്ടാക്കിയാൽ മതി. 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കേട്ടോ. എണ്ണ നോക്കിയിട്ട് മാത്രം ഒഴിക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ സവാള വഴറ്റുന്നത്. ഉള്ളി വഴറ്റുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഉള്ളി ഇങ്ങനെ വല്ലാതെ ബ്രൗൺ കളറിൽ വഴറ്റരുത്. അതിങ്ങനെ വാടിയിട്ട് ചെറുതായിട്ട് ആ കളറ് മാറില്ലേ, അത്രയും ആയാൽ മതി. ഇപ്പം ഞാൻ ഈ ചെയ്ത ഇത്രയും ആക്കണ്ട കേട്ടോ. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് വാളൻപുളി കുറച്ച് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർക്കുക കേട്ടോ. അധികം പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, സവാള ഒരു മധുരമുണ്ട്. പിന്നെ അത് വഴറ്റുമ്പോൾ ആ മധുരം കുറച്ചും കൂടിയും കൂടും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വലിപ്പത്തിലുള്ളൊരു പുളിയുടെ കഷ്ണം ചേർക്കുക. അതായത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയൊക്കെ ചേർക്കാം. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ചേർക്കുന്നതാണ് എപ്പോഴും നന്നാവുക കേട്ടോ. ഇനി ആദ്യം ആ കടുകും പരിപ്പും ഉണക്കമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇതിന്ന് ഞാൻ വെളുത്തുള്ളി മാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉണ്ട്. കടുകും ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ സവാളയുടെ കൂടെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും അരഞ്ഞ് കിട്ടില്ല. സവാള കൂടുതലായിട്ട് അരഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരുവിധം നന്നായിട്ട് ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ച സവാളയും അതുപോലെ തന്നെ ആ വാളൻപുളിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടിയും ചേർക്കുക കേട്ടോ. വെളുത്തുള്ളി ഞാൻ പറഞ്ഞ പോലെ 2-3 മാത്രമേ ചേർക്കാവൂ, അധികം ആവണ്ട. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇത് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അമ്മിക്കല്ലുമ്പിൽ അരയ്ക്കുമ്പോഴാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ചിട്ട് അരയ്ക്കുക. അപ്പോൾ പലരുടെ കയ്യിലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ അമ്മിക്കല്ലുമ്പിലായാലും മിക്സിയിലായാലും നല്ല തരിതരിപ്പോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കുക. ഇത് ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ പ്ലെയിൻ റൈസ്, തൈര് സാദം, മാംഗോ റൈസ്, അതുപോലെ തന്നെ നെല്ലിക്ക റൈസ്, ലെമൺ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്. മാംഗോ റൈസിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം. പ്ലെയിൻ റൈസിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. അതേപോലെ തൈര് സാദത്തിൻ്റെ കൂടെയൊക്കെ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.